ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സേമിയ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കൊളീഗ്സിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ ഒരു പുഡിങ്ങാണിത്. പിറന്നാളിനൊക്കെ നമ്മൾ സാധാരണ പായസമാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പായസം കൊടുക്കാതെ അതെങ്ങനെ വെറൈറ്റി ആയിട്ട് ചിന്തിക്കാമെന്ന് കരുതിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു സേമിയ കസ്റ്റാർഡ് പുഡിങ്ങിൻ്റെ. അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ് കേട്ടോ. പാല് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഒരു 100 ഗ്രാം വെർമിസെല്ലി, അത് റോസ്റ്റഡ് ആയിട്ടുള്ള വെർമിസെല്ലിയാണ് ഉപയോഗിക്കേണ്ടത്. വെർമിസെല്ലി ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണാണ് പഞ്ചസാര യൂസ് ചെയ്തത് കേട്ടോ. സേമിയ വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ചേർക്കല്ല വേണ്ടത്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പാലിൽ മിക്സ് ചെയ്തിട്ട് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഒരു പുഡിങ് കുക്കിംഗ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പുഡിങ് റെസിപ്പിയാണ് കേട്ടോ. സേമിയയും കസ്റ്റാർഡ് പൗഡറും എല്ലാം നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു ഫ്രൂട്ട് കസ്റ്റാർഡ് പുഡിങ് ആയതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് ഇതിൽ ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്തുള്ളത് പോമോഗ്രാനൈറ്റ്, മാംഗോ, ആപ്പിൾ, ബനാന, ഇത്രയുമാണ് എൻ്റെ അടുത്തുള്ളത്. നമുക്ക് ഗ്രേപ്സ് ഉണ്ടെങ്കിൽ അതിടാം, മറ്റുള്ള ഫ്രൂട്ട്സ് എന്താണ് നമ്മൾ കയ്യിലുള്ളത് അതൊക്കെ ഇടാം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ നന്നായി കട്ട് ചെയ്ത് വെക്കുക നമുക്ക്. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന 2 മണിക്കൂറോളം നമ്മൾ വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ എടുത്തിട്ട് അതിലേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറിൻ്റെയും ഈ പാലിൻ്റെയും സേമിയത്തിൻ്റെ എല്ലാം കൂടെ ഉള്ള ആ സ്മെല്ല് ഇങ്ങനെ വരുന്നുണ്ട്. ആ സ്മെല്ലടിക്കുമ്പം തന്നെ നമുക്കറിയാം നല്ല ടേസ്റ്റിയാണെന്നുള്ളത്. നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. പോമോഗ്രാനൈറ്റിൻ്റെ ആ കളറല്ലേ, അത് ഈ പാലിൻ്റെ ഇതിലേക്ക് ഒരു വൈറ്റ് കളർ നമ്മുടെ ഈ പാലിലേക്കും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കസ്കസാണ്. അത് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെക്കണം. അതൊരു 1 അവർ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പി തന്നെയാണിത്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ കൊളീഗ്സിനെ ഞെട്ടിക്കാൻ പോവുകയാണ്. ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ജോലി സ്ഥലത്തേക്ക് നമുക്ക് എല്ലാം കൂടെ ഒരൊറ്റ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരു പാഴ്സൽ ഗ്ലാസ്സുകൾ ഒരു 5-6 ഉണ്ടായിരുന്നു. അപ്പോൾ 6 പേരാണ് ഞങ്ങൾ ഒരുമിച്ചുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ 6 ഗ്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ഈ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് പുഡിങ് എൻ്റെ കൊളീഗ്സിന് ഇഷ്ടപ്പെടണേ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.